റോജ, യോധ തുടങ്ങിയ ബമ്പർ ഹിറ്റുകളിൽ അഭിനയിച്ച മധുബാലയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഗുജറാത്തിലെ ബിസിനസ്മാൻ ആനന്ദ് ഷായെ വിവാഹം കഴിച്ച അവർ ഇപ്പോൾ മധു ഷാ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ബോളിവുഡ് പ്രൊഡ്യൂസർ രഘുനാഥിൻ്റെയും ഭരതനാട്യം ഡാൻസർ രേണുകയുടെയും മകളായി 1969 മാർച്ച് 26-നാണ് അവർ ജനിച്ചത്. എന്നാൽ 13-ാം വയസ്സിൽ ക്യാൻസർ ബാധിച്ച് അമ്മ മരിച്ചു. പത്മമാലിനി എന്നായിരുന്നു ആദ്യ പേര്. പിന്നീട് പിതാവിൻ്റെ നിർബന്ധപ്രകാരം മധുമാലിനി എന്നാക്കി. എന്നാൽ സംവിധായകൻ കെ ബാലചന്ദ്രാണ് മധുബാല എന്ന പേര് നിർദ്ദേശിച്ചത്. 70കളിൽ ബാലതാരമായും 90കളിൽ നായികയായി ഫൂൽ ഓർ കാൻഡി എന്ന അജയ് ദേവ്ഗൺ ചിത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു. പക്ഷേ അവരുടെ ആദ്യ റിലീസ് കെ ബാലചന്ദ്രൻ്റെ തമിഴ് ചിത്രമായ അഴകനായിരുന്നു. മമ്മൂട്ടി, ഭാനുപ്രിയ, ഗീത തുടങ്ങിയ ഒട്ടേറെ താരങ്ങൾ അഭിനയിച്ച ചിത്രം ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിരുന്നു. ഫൂൽ ഓർ കാൻഡി എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ബോളിവുഡിൽ അവർക്ക് ധാരാളം അവസരങ്ങൾ ലഭിച്ചു. 1996-ൽ ദിൽജലെ എന്ന ചിത്രത്തിലൂടെ വീണ്ടും അജയ് ദേവ്ഗണുമായി ഒന്നിച്ചപ്പോൾ അത് മറ്റൊരു ഹിറ്റ് സമ്മാനിച്ചു. പിന്നീട് അങ്ങോട്ട് മിഥുൻ ചക്രവർത്തി പോലുള്ള നിരവധി താരങ്ങളുടെ നായികയായി ഹിന്ദിയിൽ ചുവടുറപ്പിച്ചു. എങ്കിലും 1992-ൽ മണിരത്നം സംവിധാനം ചെയ്ത പാൻ ഇന്ത്യൻ മൂവി റോജയാണ് അവരെ കൂടുതൽ പ്രശസ്തയാക്കിയത്. റോജയിലൂടെ നടി മധുവിന് വലിയ ജനപ്രീതി ലഭിച്ചു. ചിത്രത്തിൽ ആദ്യം നായികയായി തീരുമാനിച്ചത് ലക്ഷ്മിയുടെ മകൾ ഐശ്വര്യയാണ്. പക്ഷേ അവർ ആ പ്രോജക്റ്റ് സ്വീകരിച്ചില്ല. ശരിക്കും ഇത്തരമൊരു വലിയ സിനിമ വിസമ്മതിച്ചതിലൂടെ താൻ വലിയ തെറ്റാണ് ചെയ്തതെന്ന് ഐശ്വര്യ പിന്നീട് പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. മധുവിൻ്റെ കരിയർ പോലും ഉയർത്തിയത് റോജയാണ്. നിരവധി ഭാഷകളിൽ മൊഴിമാറ്റിയെത്തിയ ചിത്രം ഇന്ത്യയിലെമ്പാടും കളക്ഷനുകൾ വാരിക്കൂട്ടി. നിഷ്കളങ്കമായ ചിരിയും കുസൃതിയും നിറഞ്ഞ റോജയെ അങ്ങനെ ആർക്കും എളുപ്പത്തിൽ മറക്കാൻ കഴിയില്ല. ഭാഷ പോലും അറിയാതെ ഭർത്താവിനെ രക്ഷിക്കാൻ പൊരുതുന്ന ഗ്രാമീണ പെൺകുട്ടിയായി അവർ ഏവരുടെയും കണ്ണു നിറയിച്ചു. ശരിക്കും ഇപ്പോഴും റോജയിലെ ക്ലൈമാക്സ് കണ്ട് കരയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. മലയാളത്തിൽ അവർ അരങ്ങേറ്റം കുറിച്ചത് ഒറ്റയാൾ പട്ടാളം എന്ന മൂവിയിലൂടെയാണ്. പിന്നീട് സംഗീത് ശിവൻ സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം യോധ. അക്കോസേട്ടൻ്റെ അശ്വതിയായി, മലയാളം പറയുന്ന നേപ്പാളി പെൺകുട്ടിയായി അക്ഷരാർത്ഥത്തിൽ അവർ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. മമ്മൂട്ടിയുടെ കൂടെ നീലഗിരി, മുകേഷിൻ്റെ കൂടെ വീണ്ടും, എന്നോടിഷ്ടം കൂടാമോ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ നമുക്ക് പ്രിയങ്കരിയായി മാറി. 1993-ൽ ശങ്കർ ആദ്യമായി സംവിധാനം ചെയ്ത ജെന്റിൽമാൻ എന്ന മൂവിയിലും മധുബാലയായിരുന്നു നായിക. വാണിജ്യപരമായി ഏറെ നേട്ടമുണ്ടാക്കിയ ചിത്രം. ശരിക്കും ആ സമയത്തെ ഭാഗ്യനായികയായി മാറിയിരുന്നു അവർ അപ്പോൾ. കന്നഡ ഉൾപ്പെടെ അന്യഭാഷകളിലെല്ലാം ഹിറ്റുകൾ. പിന്നീട് ഒരു സമയത്ത് തനിക്ക് കിട്ടുന്ന വേഷങ്ങളിൽ അഭിനയ സാധ്യത ഇല്ലെന്ന് മനസ്സിലാക്കി സിനിമയുടെ തൽക്കാലം വിട പറഞ്ഞ് 1999-ൽ ആനന്ദ് ഷാ എന്ന ബിസിനസ്സുകാരനെ വിവാഹം ചെയ്തു. ഇവർക്ക് 2 പെൺമക്കളാണുള്ളത്, അമേയയും കേശായും. പക്ഷേ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുമ്പോഴും വീണ്ടും ഒരു തിരിച്ചുവരവിനായി അവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അഭിനയത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം തന്നെയായിരുന്നു കാരണം. 2008-ൽ ഒരു ഹിന്ദി സിനിമയിലൂടെ വീണ്ടും അഭിനയ ലോകത്തേക്ക് മടങ്ങി വന്നു. പിന്നീട് സീരിയലിലും അവതാരക റോളിലുമെല്ലാം അവർ തിളങ്ങി. 2014-ൽ ദുൽഖർ നായകനായ സംസാരം ആരോഗ്യത്തിന് ഹാനികരം എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. പക്ഷേ ചിത്രം വലിയ രീതിയിൽ വിജയിച്ചില്ല. പിന്നീട് അങ്ങോട്ട് അന്യഭാഷാ ചിത്രങ്ങളിൽ സജീവമായി. മടങ്ങി വരവിൽ അമ്മവേഷം ചെയ്യില്ലെന്നുറപ്പിച്ച അവർ പക്ഷേ അതിൽ വ്യത്യസ്തത ഉണ്ടെന്ന് മനസ്സിലാക്കി. 90കളിൽ ചെയ്തതുപോലുള്ള റൊമാൻറ്റിക് നായികയല്ല, മറിച്ച് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ അവർ ആഗ്രഹിച്ചു. ജയലളിതയുടെ ബയോപിക് ചിത്രം തലൈവിൽ ഒരു ശ്രദ്ധേയ വേഷം ചെയ്യാൻ അവർക്ക് സാധിച്ചു. ശാകുന്തളം, ഗെയ്മോൺ, ദേജാവു തുടങ്ങിയ ചിത്രങ്ങളുടെയൊക്കെ ഭാഗമായി. ദേജാവു ബോക്സ് ഓഫീസ് വിജയമായിരുന്നു. അഗ്നിദേവിയിലെ വില്ലത്തിക്ക് ശേഷം ദേജാവുവിലും നെഗറ്റീവ് ടച്ചുള്ള പോലീസ് ഓഫീസറായാണ് അവർ വേഷമിട്ടത്. മലയാളത്തിൽ അവർ അവസാനം അഭിനയിച്ചത് MD വാസുദേവൻ നായരുടെ ആന്തോളജിയിലായിരുന്നു. വിൽപ്പന എന്ന സീരീസിൽ ആസിഫ് അലിക്കൊപ്പം. ഗീതാ പരേക്കർ എന്ന കഥാപാത്രത്തെ അതേപടി പ്രതിഫലിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. ഹേമമാലിനിയുടെ സഹോദരൻ്റെ മകൾ കൂടിയാണ് മധുബാല. അവരുടെ ചിത്രങ്ങളിൽ ബാലതാരമായും വേഷമിട്ടിട്ടുണ്ട്. ചെറുപ്പത്തിലെ തൻ്റെ റോൾ മോഡലായിരുന്നു ഹേമാജിയെന്നും അത് തന്നെ സിനിമയിലേക്ക് വരാൻ പ്രേരിപ്പിച്ചുവെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴിതാ നമ്മൾ മലയാളികൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. യോധയിലെ അശ്വതിക്കുട്ടി മലയാളത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. എൻ്റെ നാരായണിക്ക് എന്ന ഷോർട്ട് ഫിലിമിന് ശേഷം വർഷ വാസുദേവ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മധുബാലയും ഇന്ദ്രൻസുമാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. വാരണാസിയിൽ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോവിന്ദ് വസന്തയാണ് ചിത്രത്തിൻ്റെ സംഗീത സംവിധാനം. ഇതാണ് അവരെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റ്. മല്ലികൈ പൂവായ് മാറിവിട ആസൈ തെன்றலை കണ്ട് மாலையிட ஆசை மேகங்களை எல்லாம் தொட்டுவிட ஆசை சோகங்களை எல்லாம் விட்டுவிட ஆசை கார்குழலின் உலகை
सही दिल ही छोटा सा छोटी सी आशा मस्ती भर मन की भोली सी आशा चांद तारों को छूने की आशा आसमानों में उड़ने की आशा. എനിക്ക് മധുബാലയുടെ ഇഷ്ടപ്പെട്ടിട്ടുള്ള മൂവി റോജയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഇനി അവരുടെ കുറച്ച് വീഡിയോസ് കൂടി കാണാം. അതിനു മുന്നേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.